ഓക്കെ ഗൈസ്, ഐ ഗോട്ട് എ ക്വസ്റ്റ്യൻ ഫോർ യു. നിങ്ങൾ എൻ്റെ ഈ ഇത്ര നാളത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, അതായത് ഒരു ഫോർമുല 1 കാർ ട്രാക്കിൽ കൂടെ പോകുമ്പോൾ ഇതിന് ഏറ്റവും ആദ്യം എയറുമായിട്ട് കോണ്ടാക്ട് വരുന്നത് ഈ ഒരു പാർട്ടാണ് അല്ലേ, ഫ്രണ്ട് വിങ്സ് ആണ്. അപ്പോൾ ഈ ഫ്രണ്ട് വിങ്സ് എയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴത്തേന് ആ എയറിനെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് വിടുന്നതുകൊണ്ടാണ് ആ കാറ് പ്രോപ്പറായിട്ട് ആ എഞ്ചിനീയേഴ്സ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ റേസ് ചെയ്യാൻ പറ്റുന്നത്. അത്ര വകയല്ലേ. ഇനി ക്വസ്റ്റ്യൻ്റെ റിയൽ പാർട്ടിലേക്ക് വരും. അപ്പം ലാൻഡോ നോറിസ് മക്ലാരനാണല്ലോ, അപ്പം ലാൻഡോ നോറിസ് ഒരു റേസിൻ്റെ ഇടയിൽ റേസ് കൊണ്ടിരിക്കുന്ന നേരത്ത് കാറിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡ്രാഗ് ഉണ്ടാകുന്നു. സോ ലാൻഡോ നോറിസ് അത് ഈ പുറയിലുള്ള ഈ DRSൻ്റെ എനേബിൾ ആകാത്തതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു DRS എനേബിൾ ചെയ്തു. പക്ഷേ എന്നിട്ടും കാറിന് നോർമലി കൂടുതലായിട്ട് ഡ്രാഗ് ഉണ്ടാകുന്നു. അപ്പോൾ ലാൻഡോ നോറിസ് എഞ്ചിനീയറുമായിട്ട് കണക്ട് ചെയ്തു. എഞ്ചിനീയറിനോട് ചോദിച്ചു, എന്താണ് സംഭവം, എൻ്റെ കാറിന് നോർമലി കൂടുതൽ ഡ്രാഗ് ഉണ്ടാകുന്നു, എന്താണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എഞ്ചിനീയർ ലാൻഡോ നോറിസിൻ്റെ റിപ്ലൈ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിയേറ്റീവ് ജോൺ എന്ന് പറഞ്ഞ ചാനലിൽ ഈ ഫ്രണ്ട് വിങ്സിൻ്റെ എയറോഡൈനാമിക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഈ ഫ്രണ്ട് വിങ്സിലെ എയറോഡൈനാമിക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ആ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയോ എന്താണ് ആൻസർ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷേ ആ റേസ് കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിനെ പിരിച്ചു വിട്ടു കേട്ടോ.